നമ്മൾ വീടിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം വീട് ഒരടിസ്ഥാന ആവശ്യമാണ് അല്ലേ? ചിലർക്ക് പാരമ്പര്യമായിട്ട് വീടും സ്ഥലങ്ങളുമൊക്കെ കിട്ടുന്നവരുണ്ട്. ചിലരെന്താണ് സ്വന്തം പ്രയത്നത്താൽ സ്ഥലം വാങ്ങി വീട് വെച്ച് കുടുംബമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യമായി കിട്ടുമ്പോഴെന്താണ് പലപ്പോഴും അതിന് വില നമുക്ക് അത്രയും തോന്നില്ല. വില തോന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തലമുറകളായിട്ട് കൈമാറി കിട്ടിയ വസ്തുവാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്നതിൻ്റെ ഒരു വില എന്തായാലും അങ്ങനെ വന്നു ചേരുന്ന ഒരു വസ്തുവിനും ഒരു കാര്യത്തിനും ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ പ്രയത്നിച്ച് അല്ലേ, നമ്മൾ ജോലി ചെയ്ത് അല്ലേ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സ്ഥലം വാങ്ങി വീട് വയ്ക്കുമ്പോൾ അതിന് കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷം അതൊരിക്കലും നമുക്ക് വേറെ ഒരു കാര്യത്തിലൂടെയും കിട്ടുന്നതിന് ഉണ്ടാവില്ല അല്ലേ. ഇതെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം അത് എല്ലാവരെയും കൊണ്ടും അങ്ങനെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. അപ്പോൾ അച്ഛനും അമ്മയും വാങ്ങിച്ച സ്ഥലം അല്ലെങ്കിൽ അവർ വെച്ച വീട് അവിടെ ചിലപ്പോൾ വീട് മോശമാകുവാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് അത് പൊളിച്ച് പുതിയ വീട് വയ്ക്കുന്നു. അങ്ങനെയൊക്കെയാണ് സ്വാഭാവികമായിട്ടും പോകുന്നത്. പക്ഷേ ഇതൊന്നുമല്ലാതെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി സ്വന്തം പൈസ കൊണ്ട് സ്ഥലം വാങ്ങിക്കുന്നു. അവിടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വീടുണ്ടാക്കുന്നു. എന്നിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് കുടുംബമായി ജീവിക്കുന്നു, സുഖമായി ജീവിക്കുന്നു. അതൊരു വിഭാഗം. ഇത് പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ സ്വന്തം പൈസയിൽ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സമൂഹം നല്ലൊരു സ്ഥാനം കൊടുക്കും. പിന്നെ ചില കുശുമ്പുള്ളവർ പറയും, ഇവൻ എവിടെ നിന്ന് ഇത്ര കാശ്, അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര കാശെന്ന് ആർക്കറിയാം, എന്തൊക്കെയാണോ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്, ഇങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന കുശുമ്പ് പറയുന്ന കുറേ ആളുകളുണ്ട്. അവരെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത്. കാരണം അവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് കുറ്റം കണ്ടെത്തുക മാത്രമാണ്. അപ്പോൾ അവർക്ക് കുറ്റം കണ്ടെത്താനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ലാസ്റ്റ് അവർ തന്നെ ആലോചിക്കും, ഇവനോട് എത്ര എന്തെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പിന്നെയും അങ്ങോട്ട് മുകളിലേക്ക് കയറി വരുന്നതല്ലാതെ ഒരു അർത്ഥം കാണുന്നില്ലല്ലോ എന്ന് കരുതി അവനെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് എന്ന് വിചാരിക്കും. അപ്പം വീട് അത്ര പ്രാധാന്യമുള്ളതാണ്. നമ്മൾ സ്ഥലം കണ്ടെത്തുന്നു, സ്ഥലം വാങ്ങിക്കുന്നു അല്ലേ, നമ്മൾ ഒരു എൻജിനീയറിനെ കാണുന്നു, നമ്മുടെ സങ്കല്പങ്ങൾ പറയുന്നു, അവരനുസരിച്ചൊരു പ്ലാന് തയ്യാറാക്കുന്നു. നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് ഒരു വീടിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ റെഡി പൈസയും വെച്ചിട്ടല്ല. ഇപ്പം നമ്മളെന്താണ് ലോണ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. നമ്മളെപ്പോഴും ഈ ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. പിന്നെന്താണ്, പലിശ നമുക്ക് ഏറ്റവും കുറവ് വേണം. അപ്പോൾ പലിശ കുറയാനായിട്ട് നമുക്ക് കുറച്ച് പലിശയിൽ നമുക്ക് ലോണ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷനും വേണം. അത് വിദ്യാഭ്യാസത്തിൻ്റെ അല്ല. നമ്മളുടെ ജോലി എന്താണ്, നമ്മളുടെ വരുമാനം എന്താണ്, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അത് അടയ്ക്കാൻ, നമ്മൾ എടുക്കുന്ന തുക തിരിച്ചടയ്ക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള പലിശ കുറവ് കിട്ടുകയുള്ളൂ. ഏറ്റവും കൂടുതൽ പലിശ കുറവ് കിട്ടുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെയാണ്. കാരണം അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാലറിയുടെ ബേസിൽ നിന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നീട് കുറവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ജോലിയുടെയും വരുമാനത്തിൻ്റെയും പിന്നെ ടാക്സ് കൊടുക്കുന്നതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. എൻ്റെ ഒരു അറിവിൽ SBIയിലാണ് ഏറ്റവും കുറവ് പലിശ ഭവന വായ്പയ്ക്കെന്നാണ് എൻ്റെ ഒരറിവ്. പിന്നെ കാനറ ബാങ്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ SBIയുടെ കുറിച്ച് വളരെ മോശം അഭിപ്രായം എന്ന് വെച്ചാൽ അവർ കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിൽ ഒരു
ഒരു മര്യാദ എന്നുള്ള രീതിയിൽ പലപ്പോഴും കാണിക്കുന്നില്ലെന്നുള്ള ഒത്തിരി കംപ്ലൈൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അനിയനാണെങ്കിൽ അങ്ങനെ അവന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ട് അവന് അക്കൗണ്ടേ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവേ SBI ഒക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. നേരത്തെ SBTയും കൂടെ ആണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പൊതുവേ SBIക്ക് ഇങ്ങനെ, കാരണം അത് ഫേമസാണ്, വലിയ ബാങ്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഹങ്കാരം അതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെന്തും ആയിക്കോട്ടെ. അപ്പം നമ്മളെപ്പോഴും നോക്കേണ്ടത് റെൻ്റല്ല പിന്നെ ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പം ഇവിടെ ഹസ്ബൻഡിന് ഒരു പ്രാവശ്യം ബുള്ളറ്റ് ഞങ്ങൾ എടുത്തിരുന്നു. മറ്റു പഴയത് യൂണിക്കോണായിരുന്നു. അപ്പോൾ അത് മോശമായപ്പോൾ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ സമയത്ത് നമുക്ക് ഇത്തിരി എമൗണ്ടിൻ്റെ കുറവ് വന്നിട്ട് ഞങ്ങൾ അപ്പം വേറെ എന്തോ ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നു. അപ്പം ബാങ്കിൽ നിന്ന് എടുക്കാതെ നമ്മൾ കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൈവറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു, എടുത്തു. അപ്പം അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം അത് നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ച് തീർത്തു. അപ്പം നമ്മുടെ സാധാ നമ്മൾ കാനറ ബാങ്ക് അങ്ങനെയൊക്കെ നമ്മൾ സ്വന്തം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന കാനറ ബാങ്കാണ്. അപ്പോൾ ഫെഡറലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ പ്രൈവറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര പലിശയാണ്. അത് മാത്രമല്ല, ഇത്ര തവണകൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് അടച്ച് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ 2-3 മാസം അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നീട് ഫുൾ അടച്ച് തീർക്കുകയായിരുന്നു. അത് അങ്ങനെ നമ്മൾ ചെയ്തത് കൊണ്ട് അന്ന് എൻ്റെ പേരിലാണ് ലോൺ എടുത്തിരുന്നത്. പിന്നീട് അത് പിന്നെ വേറെ എന്തോ ഒരാവശ്യം ഉള്ളതുകൊണ്ട് എൻ്റെ പേരിലെടുത്തു. എൻ്റെ പേരിലായിരുന്നു ഫസ്റ്റ് വണ്ടിയുടെ രജിസ്ട്രേഷനും അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ പേരിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെ ആ എമൗണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്തതുകൊണ്ട് ഇത് ഇപ്പോഴും എന്നെ എല്ലാ ദിവസവും ആ ബാങ്കിൽ നിന്ന് വിളിക്കാറുണ്ട്. എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും. കാരണം അത് പിന്നെ എന്തുകൊണ്ട് ഇപ്പം ഞാൻ ഈ നമ്പർ വരും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അതങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചു ആ നമ്പർ. വല്ലാത്തൊരു ഇറിറ്റേഷൻ. എന്നും ഒരേ ടൈമിങ്ങിലുമാണ് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അവർ. അപ്പോൾ ആദ്യമൊക്കെ നമ്പർ കാണുമ്പോൾ ഞാൻ പിന്നെ എടുക്കും, നമ്മൾ കാര്യം പറയണമല്ലോ. അപ്പം പറയും, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, മാഡം പേരൊക്കെ ചോദിക്കും. ഇങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു, അത് തീർത്തായിരുന്നു, അതിലോ പറഞ്ഞാൽ ശരി, ഇനി ലോൺ വേണോ? ഞാൻ വേണ്ട. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ പലിശ എത്രയാണ് ശതമാനം? 17%. 17% എന്ന് പറയുമ്പോൾ എത്ര വലിയ എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നറിയോ? നമ്മളിപ്പം ഇങ്ങനെ പുറമേ ഉള്ള ബാങ്കിൽ നിന്ന്, പ്രൈവറ്റ് ബാങ്കിൽ, സഹകരണ ബാങ്കൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നമ്മൾ എടുക്കുന്ന എമൗണ്ടിനേക്കാൾ എത്രയോ കൂടുതൽ എമൗണ്ട് നമ്മൾ ഈ പലിശയുടെ വിഭാഗത്തിലൂടെ ഇത്ര വർഷം കൂടുമ്പോൾ നമ്മൾ അടച്ചു തീർക്കുന്നുണ്ടെന്ന്. നമ്മളങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാൻ തോന്നത്തില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. എങ്കിലും നമ്മളപ്പോൾ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ബാങ്കുകളുടെ പുറകെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബാങ്കുകൾ ആ വ്യത്യാസം നമ്മളെപ്പോഴും മനസ്സിലാക്കിയൊന്നും ചെയ്യുക. കാരണം വേറെ എല്ലാവരും നന്നായിട്ട് എല്ലാം മുറിയെ പണിത് കിട്ടുന്ന പൈസയാണല്ലേ. അപ്പം അത് വെറുതെ എങ്ങനെ പലിശയുടെ പേരിൽ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമാണ്. അങ്ങനെ ഈ ലോൺ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്ന കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾ എത്ര ശതമാനത്തിനടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും അവർ ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പലിശ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ബാങ്കിലൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത്തിരി മെനക്കേടൊക്കെ വരുമെങ്കിലും സാരമില്ല. പലിശയിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം തന്നെയല്ലേ. നമ്മളെടുക്കുന്നത് എന്തായാലും ലക്ഷങ്ങളായിരിക്കും. അപ്പോൾ ആ ലക്ഷങ്ങളുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും കട്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ലോണൊക്കെ എടുക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് വളരെ പിരിമുറുക്കമുണ്ടാകും. നമ്മളിപ്പോൾ ഒരു ലോണ്, നമ്മളൊരു കാൽക്കുലേഷൻ എന്താണ് എപ്പോഴും നമ്മൾ ചിന്തിക്കും, നമുക്ക് ഇത്ര എമൗണ്ട് നമുക്ക് സാലറി ഉണ്ട്,
അതിൽ ഇത്ര രൂപ നമ്മൾക്ക് വീട്ടിലെ കാര്യങ്ങൾക്കും മറ്റും കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് ചിലവാകും. അങ്ങനെയാണ് നമ്മളുടെ ഒരു ചിലവും വരവും ഒക്കെ നമ്മൾ കാൽക്കുലേഷൻ നിൽക്കുന്നത്. പിന്നെ ഒരു ലോണ് നമുക്കൊരു വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനോ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അപ്പോഴും ഒരു കാൽക്കുലേഷൻ നടത്തും. വീട്ടു ചിലവിനിത്, നമ്മളെ വരുമാനം ഇത്, ലോൺ അടയ്ക്കുന്നത്, ഈ ഒരു കാൽക്കുലേഷനിലായിരിക്കും നമ്മൾ നിൽക്കുക. പക്ഷേ പെട്ടെന്നൊരു എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാൽക്കുലേഷനിലെല്ലാം വ്യത്യാസം വരും. മനസ്സിലായി? അപ്പോൾ നമുക്ക് എന്താണ്, ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് മറ്റൊരാളെ നിന്ന് കടം വാങ്ങിക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ ആ കടം വാങ്ങിച്ച എമൗണ്ട് പിന്നെ കൊടുക്കാനുള്ള, അപ്പോഴാണ് മിക്കവാറും ഈ കടത്തിൻ്റെ ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും വന്നിട്ട് മാനസിക പ്രശ്നം ഉണ്ടാകുന്നതും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലും ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളെപ്പോഴും മനസ്സിൻ്റെ അവസ്ഥയാണല്ലോ പ്രധാനമായിട്ട് നോക്കേണ്ടത്. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പക്ഷേ അത് സന്തോഷത്തോടു കൂടി അനുഭവിക്കാനുള്ള യോഗമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ലോണ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അടയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം. എൻ്റെ അമ്മ എപ്പോഴും പറയും, തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാൻ നോക്കാവുള്ളൂ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണം വരുന്നു, അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷൻ വന്നു, നമുക്ക് 10 പേര് എന്തെങ്കിലും ഒരു സംഭാവനയായിട്ട് നമുക്ക് തന്നെന്ന് വിചാരിച്ചു. നാളെ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും എന്ത് ചെയ്യണം? അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു മനസ്സെപ്പോഴും ഉണ്ടാകും. കുറച്ച് കൊടുത്താൽ മതി വിളിക്കുന്നവരുടെ അനുസരിച്ച്. എങ്കിലും നമ്മളെപ്പോഴും സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം RBIയുടെ പരസ്യം നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണിപ്പോൾ ഒരു പരസ്യം വന്നേക്കുന്നത്. എന്താണ്? ധനകാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള സ്ത്രീ എന്നും പറഞ്ഞുകൊണ്ടൊരു പരസ്യം കണ്ടായിരുന്നു. ശ്രദ്ധിച്ചു നോക്ക്. RBI ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ആ പരസ്യം. അത് നല്ല പ്രയോജനം ചെയ്യും. അങ്ങനത്തെ പരസ്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യം RBI ഇടുന്നത്? അതിനകത്ത് ഇപ്പോഴത്തെ പരസ്യത്തിൽ പറയുന്നത്, നമ്മുടെ കയ്യിൽ പണം വരുന്നു, അപ്പോൾ നമ്മുടെ സാലറി വരുമ്പോൾ നമ്മൾ ആദ്യമേ അത് ഏത് രീതിയിലൊക്കെ ചിലവഴിക്കാം എന്ന് ചിന്തിക്കും. അങ്ങനെ ഇപ്പം നമുക്കുള്ള ഒരു സാധനം വീണ്ടും വാങ്ങിച്ചോ, ഡ്രസ്സ് വാങ്ങിച്ചോ, അതും ഇതും വാങ്ങിച്ച് വെറുതെ പൈസ കളയരുത്, അത് സേവ് ചെയ്യണം എന്നുള്ളതാണ് പരസ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക, പണം സേവ് ചെയ്യുക, പിന്നീട് നമുക്ക് പ്രയോജനപ്പെടും എന്നാണ് RBI പറയുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീടിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ലോണും മറ്റും എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ച്, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാതെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല. നമ്മൾ നല്ലപോലെ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച് എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരാശ്വാസമാണ്. എന്തെങ്കിലും ഒരു പാളിച്ച നമുക്കുണ്ടായാൽ, ഇന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്ന സാധനം മറ്റൊരാൾക്ക് കൈമാറാം, കുറച്ച് സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു 10 സെൻറ്റ് വിറ്റിട്ടായാലും നമുക്കിപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് തീർക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന ഒരു സ്ഥലം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, മറ്റ് സഹായങ്ങളൊന്നുമില്ല എന്നൊക്കെ ഉള്ളപ്പോൾ നമ്മളെപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ ലോണുകൾ എടുക്കാനും. അതിൻ്റെ അടവുകൾ നമ്മൾ എങ്ങനെയൊക്കെ അടയ്ക്കും, നമുക്ക് എവിടെ നിന്നൊക്കെ വരുമാനമുണ്ട്, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ആ സമയത്ത് ഭാര്യയ്ക്ക് ജോലി മറ്റും ഇല്ലെങ്കിൽ, ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം. അത് മറ്റുള്ളവരും മനസ്സിലാക്കണം, വീട്ടിലുള്ള മറ്റുള്ളവരും മനസ്സിലാക്കണം. വീട്ടിലിപ്പം പുരുഷന്മാരാണല്ലോ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ സപ്പോർട്ടായിട്ട് ഭാര്യ ഉണ്ടാകണം. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയാണ് കൂടെ ഉണ്ടെങ്കിൽ അവർക്കും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരും എന്തെങ്കിലും ഒരു സഹായം എല്ലാ മാസവും മകന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് അയാളുടെ മനസ്സിനുണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. തനിക്കൊരു ആപത്ത് ഘട്ടത്ത് അല്ലെങ്കിൽ തനിക്കൊരു ആവശ്യം വന്നപ്പോൾ കൂടെ നിന്ന അച്ഛനെയും അമ്മയും ഭാര്യയെയും അയാൾ ഒരിക്കലും മറക്കുകയുമില്ല. നമ്മൾ എന്നിട്ട് നന്നായിട്ട് വീട് വയ്ക്കുക, എല്ലാവർക്കും ആ വീട്ടിലൊരു പ്രത്യേക സ്ഥാനം ഉണ്ടാവും, അല്ലേ? ഞാനും കൂടെ ചെയ്തിട്ടാണ് എന്നിട്ടുള്ള ഒരു മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാകും. എല്ലാവരും കൂടെ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വീട് എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വൃത്തിയാക്കൽ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചെയ്ത്
സന്തോഷമായിട്ട് അല്ല ജോലിയൊക്കെ തീരുമ്പോൾ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ആ വീട്ടിൽ ജീവിക്കുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ. അപ്പോൾ ശരി.